സ്നേഹമുള്ളവർ, കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ഞാൻ അതിയായി ആശിച്ചു എന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനത്തിൻ്റെ ചില ഭാഗങ്ങൾ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. അതിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവശാസ്ത്രപരമായ ചില വശങ്ങളുണ്ട്. മാത്രമല്ല, ആ ദൈവശാസ്ത്രപരമായ വശങ്ങളെ എങ്ങനെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള രൂപവൽക്കരണം, അതാണ് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന വാക്ക്. 2 തരം രൂപവൽക്കരണത്തെക്കുറിച്ച് മാർപ്പാപ്പ പറയാണ്. ഒന്ന്, എങ്ങനെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയുള്ള രൂപവൽക്കരണം നടക്കണം. 2, വിശുദ്ധ കുർബാന എങ്ങനെ ഒരു മനുഷ്യനെ രൂപവൽക്കരിക്കുന്നു എന്നതും നമ്മൾ പഠിക്കണം. ഇതിൽ രണ്ടാമത്തെ കാര്യം, അതായത് വിശുദ്ധ കുർബാന എങ്ങനെ ഒരു മനുഷ്യനെ രൂപവൽക്കരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവിനെ നൽകുക എന്നതാണ് യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം. ആ പരിശുദ്ധാത്മാവിനെ നൽകാനുള്ള മാർഗമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിലൂടെ, അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും അത് ഭക്ഷിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കുന്നു. ഇതാണ് എക്ലേസിയ ദ്യവുക്കരിസ്ത്യ എന്ന ലേഖനത്തിൻ്റെ 17-ാം ഖണ്ഡികയിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവാകുന്ന വഴിയിലൂടെയാണ് പിതാവായ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. എന്തിനാണ് പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിലൂടെ ദൈവം തൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ചൊരിയുന്നു. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. ആ സ്നേഹത്താൽ നിർബന്ധിതമായിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനായിത്തീരുന്നത്. അപ്പോൾ മനുഷ്യനാകുക, യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാ ആരാധന അർപ്പിക്കണേ? ദൈവത്തിന് സ്തുതികളുടെ ആവശ്യമില്ല. ദൈവത്തെ നാം സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പോലെ ആയിത്തീരുകയാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ ലിയോ 13-ാമൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, യേശുവിനെ ഭക്ഷിക്കുന്നതിലൂടെ നാം യേശുവായി തീരുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത്, യേശുവായി തീരാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമുക്ക് നിഷ്കാമ കർമ്മത്തിലേക്ക്, മറ്റ് സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വളരാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വിശുദ്ധ കുർബാനയ്ക്ക് ഫലദായകത്വമില്ല എന്നാണ്. ആ ഫലദായകത്വം ഉണ്ടാകണമെങ്കിൽ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് സമീപിച്ചാൽ വിശുദ്ധ കുർബാന നിങ്ങളെ കൂട്ടായ്മയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കും. വളരെ കൃത്യമായിട്ട് ആ പെഡഗോഗി അല്ലെങ്കിൽ ആ ബോധനക്രമം അപ്പസ്തോല നടപടികളിലുണ്ട്. അതായത് വചനം പങ്കുവയ്ക്കൽ, അവർ ആരാധന കഴിഞ്ഞ് പിന്നെ അവർ ചെയ്യുന്നത് പ്രാർത്ഥന നടത്തും, വചനം പങ്കുവയ്ക്കും. 3-മതായിട്ട് കൂട്ടായ്മയുടെ ആചരണം കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ പള്ളികളിൽ എത്തപ്പെടുന്ന എല്ലാ പണത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ മുട്ടുപാടുള്ളവൻ ആരും തന്നെ ഉണ്ടാകരുത്, ദരിദ്രരെ നിങ്ങൾക്ക് ഓർമ്മ വേണം. അതിനാണ് പള്ളിയിൽ നമ്മൾ നേർച്ചപ്പെട്ടിയിൽ പണം ഇടുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ. അപ്പോൾ ഈ കൂട്ടായ്മയുടെ ആചരണം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിലൂടെ ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടായ്മയുടെ പൂർണ്ണതയിൽ എത്തിക്കും. അതാണ് മറിയം യേശുവിനെ സ്വീകരിച്ച ഉടൻ തന്നെ തുടക്കത്തിൽ മലമ്പ്രദേശത്തോടു കൂടെ എലീശായെ ശുശ്രൂഷിക്കാനായിട്ട് പോയത്. ഇക്കാര്യമാണ് നമ്മൾ വിശുദ്ധ കുർബാന എങ്ങനെ രൂപവൽക്കരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ വ്യക്തി കേന്ദ്രീകൃതവാദത്തെയും സ്വയം കേന്ദ്രീകൃതത്വത്തിൽ നിന്നുള്ള
പുറത്തേക്ക് പോകലാണ്. നമ്മൾ പലപ്പോഴും സ്വയം കേന്ദ്രീകൃതത്വത്തിൻ്റെ തടവറയിലാണ്. മാത്രമല്ല, എനിക്ക് അറിവുണ്ട്, ആ അറിവിലൂടെ ഞാൻ സ്വർഗത്തിലെത്തും എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ലക്ഷണമായിട്ട് പറയുന്നത്, ഇപ്പം ഞാൻ തന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, ചില എപ്പിസോഡുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഇതിങ്ങനെയല്ല പറയേണ്ടത്, താങ്കൾക്ക് ഹെർമനോട്ടിക്സ് ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞ് വിധിക്കാനിരിക്കുന്ന കുറേ പേരെ കമൻസിൽ കാണാം. അത് അങ്ങനെ വിധിക്കുക എന്ന് പറയുന്ന സ്വഭാവം തന്നെ വരുന്നത് അറിവിൽ അഹങ്കരിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. അറിവ് ഒരിക്കലും നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിവിലൂടെ നിങ്ങൾ രക്ഷപ്രാപിക്കില്ല. രക്ഷപ്രാപിക്കുന്നത് സ്നേഹപ്രവൃത്തിയിലൂടെയാണ്. അതിന് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണം. അപ്പോൾ ഈ ഒരു വീക്ഷണത്തിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് പറയാണ്, എങ്ങനെയാണ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരാളെ ഒരുക്കുന്നത്. ഇന്ന് പല മാതാപിതാക്കളുടെയും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, വിശ്വാസത്തിൽ നമ്മളെ പരിശീലിപ്പിക്കുന്ന ആരാണ്? അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ്. എൻ്റെ മാതാപിതാക്കളെ അത് പച്ചക്കള്ളമാണ്. എന്നെ ആരാണ് കുരിശ് വരയ്ക്കാൻ പഠിപ്പിച്ചത്? എന്നെ ആരാണ് ജപമാല ചൊല്ലാൻ പഠിപ്പിച്ചത്? എന്നെ ആരാണ് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ പഠിപ്പിക്കുന്നത്? അത് പ്രാഥമികമായൊരു വീട് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാകും. അത് അമ്മാമ്മയാണ്, അപ്പാപ്പനാണ്. അവരാണ് ഒരു കുട്ടിയെ ഒരു വലിയ കയ്യ്, മാർപ്പാപ്പയുടെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു വലിയ കയ്യ് ചെറിയ കയ്യിനെ കുരിശ് വരയ്ക്കാനായി പഠിപ്പിക്കുന്നു. അങ്ങനെ മുതുമുത്തശ്ശന്മാരും മാതാപിതാക്കളും അനേകായിരം ആത്മായ മതബോധന പ്രബോധകരും വിശ്വാസം പഠിപ്പിച്ചതിൻ്റെ മുകളിലാണ് പിന്നീട്, ശരിയാണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ സിസ്റ്റേഴ്സിന് സ്വാധീനമുണ്ട്. അതിന് ശേഷമാണ് വൈദികർ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അനേകം ചിഹ്നങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, മുട്ടുകുത്തലുണ്ട്, കൈവിരിച്ച് പിടിക്കലുണ്ട്. ഇതിനെ ഒറ്റവാക്കിൽ പറയുന്ന പേരാണ് റുബ്രിക്സ്. റുബ്രിക്സ് എന്ന വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ആ അർത്ഥം എന്ന് പറയുന്നത്, പഴയ കാലത്ത് നാടകം അവതരിപ്പിക്കുമ്പോൾ ഒരു നാടക പുസ്തകത്തിൽ എന്തെല്ലാം രംഗസജ്ജീകരണങ്ങളാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ചുവപ്പ് അക്ഷരത്തിൽ നാടക പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാകും. ആ ചുവപ്പ് അക്ഷരത്തിനെയാണ് റുബ്രിക്സ് എന്ന് പറയുന്നത്. കർട്ടൻ പകുതി താത്തുക, മ്യൂസിക് കൂട്ടുക, 4 ഹ എന്ന് പറയുക, ഹ ഹ ഹ ഹ ഹ, ഇതാണ് ഈ 4 ഹ. ഇങ്ങനെയുള്ള വാക്കുകളാണ് നാടക പുസ്തകത്തിലുള്ളത്. അതേപോലെ തന്നെയാണ് ലിറ്റർജി ടെക്സ്റ്റിലുള്ള റുബ്രിക്സ്. ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല. ഇന്ന് ചില ആളുകളുടെ വിചാരം, മാർപ്പാപ്പ പറയാണ്, ഈ ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും വിലയില്ല, മൂല്യങ്ങൾക്കും പ്രിൻസിപ്പിളിനും മാത്രമേ വിലയുള്ളൂ എന്ന്. അത് തെറ്റാണെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മെഴുകുതിരി നിങ്ങളെടുക്കുക, അതിൻ്റെ പുറമെ മെഴുകുണ്ട്, അകത്ത് നൂലുണ്ട്. ഏതിലൂടെയാണ് തീയെ തുടർന്ന് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്? നൂലിലൂടെയാണ്. മെഴുകുതിരിയുടെ അകത്തുള്ള നൂലിലൂടെയാണ് തീ കത്തുന്നത്. പക്ഷേ മെഴുകില്ലാതെ ആ നൂല് തന്നെത്താൻ കത്തിച്ചാലോ നിമിഷ നേരം കൊണ്ട് വെളിച്ചമില്ലാതാകു തീരും. ഇനി നൂലില്ലാതെ ഈ മെഴുക് മാത്രമുള്ളെങ്കിലോ അതിന് തീ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അതുപോലെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഉള്ളിൽ ചില മൂല്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ മൂല്യങ്ങളുടെ അർത്ഥം നമുക്ക് നഷ്ടപ്പെട്ടാൽ നൂലില്ലാത്ത മെഴുകുതിരി പോലെ അത് കത്താൻ പറ്റില്ല, ഉരുകാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ദൈവശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കണം എന്ന് മാർപ്പാപ്പ പറയുന്നതിൻ്റെ കാരണം, പലപ്പോഴും ഇന്ന് ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ദൈവശാസ്ത്രം എന്താണ്. പക്ഷേ പലപ്പോഴും വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവർ സ്വർഗത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും മാലാഖമാരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും വിശുദ്ധ കുർബാന എങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, അത് മനുഷ്യനെ എങ്ങനെ രൂപവൽക്കരിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയാറില്ല. ആ ഒരു ഗ്യാപ്പാണ് മാർപ്പാപ്പ ഈ ലേഖനത്തിലൂടെ നികത്താനായിട്ട് പരിശ്രമിക്കുന്നത്. പക്ഷെ പലർക്കും അത് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.
അപ്പം മാർപ്പാപ്പ പറയുന്നത് വിളക്ക് കത്തിക്കുന്നു, തിരിയിട്ട് തിരി, സംഗീതം, ദേവാലയത്തിൻ്റെ ഘടന, ഇതിനെല്ലാറ്റിനെയും ഈ വിശുദ്ധ കുർബാനയുടെ പൂർണ്ണാർത്ഥത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ ഗാനാലാപത്തെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. എന്തിനാണ് ഗാനം ആലപിക്കുന്നത്? ഇത് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വാചകം അതിന് പറയുക, സെൻ്റ് അഗസ്റ്റിൻ്റെ കൺഫെഷൻസ് എന്ന പുസ്തകത്തിൽ സെൻ്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട്, പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. പക്ഷേ ആ സെൻറ്റൻസിന് ശേഷം സെൻ്റ് അഗസ്റ്റിൻ എന്താ പറയണതെന്നറിയൂ? അത് 100-ൽ ഈ കോട്ട് ചെയ്യുന്ന ആരും അത് വായിക്കാത്തവരാണെന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. അതിന് ശേഷം സെൻ്റ് അഗസ്റ്റിൻ പറയുന്നത്, നിങ്ങൾ പലപ്പോഴും ദേവാലയത്തിൽ പാടി 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 ദൈവത്തിലേക്കല്ല നിങ്ങൾ ഉയരുന്നത്, ആ പാട്ടിൻ്റെ താളത്തിലും സംഗീതത്തിലും ഭംഗിയിലും നിങ്ങൾ ഒതുങ്ങാണ്. ഈ പാട്ട് പാടുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. രി 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 ര ര ര ര. അവർക്ക് അതിൻ്റെ താളത്തെക്കുറിച്ചും ഗീതത്തെക്കുറിച്ചും മാത്രമേ അവർ ചിന്തിക്കണുള്ളൂ, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് അവർ ചിന്തിക്കണില്ല. അതുകൊണ്ട് തന്നെ കൈകൾ വിരിച്ചു പിടിക്കുന്നത്, ആൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നത്, മാർപ്പാപ്പ പറയാണ്, മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നതിന് തുല്യമാണ്. എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഹ്ലാദത്തോട് കൂടിയിട്ട് യാത്ര പുറപ്പെടാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഓരോന്നിനർത്ഥമുണ്ട്. ഇപ്പോൾ ഈ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞാൽ പല പള്ളികളിലും പല ട്യൂണിലാണ് പാട്ട് പാടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആ സംഗീതം ആസ്വദിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന് ദൈവത്തിലേക്ക് ഉയർത്തുന്നില്ല. മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ദേവാലയ സംഗീതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഗാനം ആരും കേൾക്കില്ല. ചെണ്ടകൊട്ട് കേൾക്കും, ഡ്രമ്മ് കേൾക്കും, അക്കോർഡിയൻ കേൾക്കും, മ്യൂസിക് കേൾക്കും, എല്ലാം കേൾക്കും. എന്നിട്ട് ഈ പാട്ട് പാടുന്ന ആൾക്ക് മാത്രമേ ആ ട്യൂൺ അറിയുള്ളൂ. അവിടെ ഇരിക്കുന്ന അംഗങ്ങൾക്ക് ആർക്കും എന്തറിയില്ല, ട്യൂൺ അറിയില്ല. അപ്പോൾ ഒരു സിനിമ തിയേറ്ററിലോ അല്ലെങ്കിൽ ഒരു ഗാനമേളയ്ക്ക് പോയിട്ട് ഒരുത്തൻ മനോഹരമായിട്ട് പാടുന്നു, ബാക്കിയുള്ളവരെല്ലാവരും കേട്ടു നിൽക്കുന്നു എന്ന അവസ്ഥയിലേക്ക് ദേവാലയ സംഗീതം ഇന്ന് അധപതിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചിലരെന്തൊരു മോശമായിട്ടാണ് ചെയ്യുന്നതെന്നറിയൂ. മാർപ്പാപ്പ പറയുന്നത് ഇത് പെസഹായുടെ തുടർച്ചയാണ്. ലത്തീൻ വിഭാഗത്തിന് വേണ്ടി പരിശുദ്ധ പിതാവ് ഇറക്കിയിട്ടുള്ള വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിശദീകരണത്തിലും നയപ്രഖ്യാപനത്തിലും മാർപ്പാപ്പ പറയുന്നുണ്ട് ഒരിക്കൽ, അതായത് കൂദാശ വചനം ഉച്ചരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ മ്യൂസിക് ഉപയോഗിക്കരുത്. ഒരിക്കൽ മാർപ്പാപ്പയുടെ പക്ഷേ പല പള്ളികളിലും ഇന്ന് എന്ത് ചെയ്യാണ്, അച്ഛൻ കൂദാശാവചനം ചെല്ലുന്ന സമയത്ത് ഒരു ഗംഭീര ട്യൂണാണ്. അപ്പോൾ ആൾക്കാർ മുഴുവൻ ആ ട്യൂണിൽ, ഇതൊരു നാടകമല്ല ഇത് അവതരിപ്പിക്കുന്നത്, ഇതാണ് മാർപ്പാപ്പന്മാർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന സംഗീതം ഇതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു പള്ളിയിലും കൂദാശാവചനത്തിൻ്റെ സമയത്ത് സംഗീതം ഉണ്ടാകാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കണം. മാത്രമല്ല, സ്വാഭാവിക യുക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ 1 വയസ്സിലും 2 വയസ്സിലും 20 വയസ്സിലും 30 വയസ്സിലും 50 വയസ്സിലും 60 വയസ്സിലും 70 വയസ്സിലും ഒരേ ട്യൂൺ കേൾക്കണം. ഞാൻ തൃശ്ശൂർ പള്ളിയിൽ വന്നാലും, കോട്ടയത്ത് പള്ളിയിൽ പോയാലും, കോഴിക്കോട് പള്ളിയിൽ പോയാലും, ബോംബെ പള്ളിയിൽ പോയാലും ഒരേ ട്യൂൺ കേട്ടാൽ മാത്രമേ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്ന ഒരു അനുഭവം മനസ്സിലാവുള്ളൂ. അതിനു പകരം ഒരു പാട്ട് തന്നെ പല ട്യൂണിൽ പാടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനായിട്ട് കഴിയില്ല. ഇത് ഞാൻ ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ മാർപ്പാപ്പ പറയുന്നത് റുബ്രിക്സിൽ പറയുന്ന ഓരോ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും ആംഗ്യങ്ങൾക്കും വിളക്ക് കത്തിക്കുന്നതിനും പള്ളിയുടെ നിർമ്മിതിക്കും എല്ലാം വിശുദ്ധ കുർബാനയുടെ അർത്ഥത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യമുണ്ട്. ഇതൊക്കെ സിംബോളിക് ലാംഗ്വേജ് ആണെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇന്ന് എന്ത് സംഭവിച്ചു, ഒരു അടയാളത്തെ, ഇപ്പോൾ കുരിശ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വെറും സൈനായിട്ടാണ് കാണുന്നത്. അതിനൊരു സിംബോളിക് മീനിങ് ഉണ്ട്.
സിംബോളിക് മീനിങ് എന്ന് പറഞ്ഞാൽ ആ കുരിശ് എന്ന് പറഞ്ഞാൽ ക്രൂശിതനാണ്. യേശുവിൻ്റെ ജനനം, മരണം, പീഡാസഹനം, ഉത്ഥാനം, പാപമോചനം എന്നീ എല്ലാ അർത്ഥങ്ങളും ക്രൂശിതൻ, കുരിശ് എന്ന വാക്കിൽ ക്രിസ്ത്യാനികൾ അർത്ഥമാക്കുന്നുണ്ട്. പക്ഷേ കുരിശ് എന്ന് പറഞ്ഞാൽ ചൈനയിൽ പോയി കഴിഞ്ഞാൽ അത് 10 എന്നെഴുതുന്നതിന് 10 എന്നതിന് എഴുതുന്ന ചിഹ്നമാണ്. അപ്പോൾ കുരിശ് വെറും സൈനല്ല, അതൊരു സിമ്പലാണ്. സിമ്പിളിന് അനേകം അർത്ഥങ്ങളുണ്ട്. മാത്രമല്ല മാർപ്പാപ്പ പറയാണ് ഇത് അവതരിപ്പിക്കുന്നത് ചില സമയത്ത് നിശബ്ദതയുണ്ട്. എന്തിനാ നിശബ്ദത? പ്രാർത്ഥനയെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ ഒരിക്കൽ പറയുന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് പറയുന്നത് അല്ല പ്രാർത്ഥന. ശരിക്ക് ദൈവം എന്താണ് പറയുന്നതെന്ന് നമ്മൾ കേൾക്കുന്നതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ കാതൽ. നമ്മുടെ അപേക്ഷകൾ, യാചനകൾ, സ്തുതികൾ ഇതൊക്കെയുണ്ട്. പിന്നെ മൗനമുണ്ട്. എന്തിനാണ്? എന്താണ് ദൈവം നമ്മോട് പറയുന്നതെന്ന് കേൾക്കാനാണ്. അപ്പോൾ സുവിശേഷ വായനയ്ക്ക് ശേഷം ഇന്ന് പള്ളിയിൽ മൗനമില്ല. മാർപ്പാപ്പ പറയുന്നത് ഒരു ക്രമം, കുർബാന ക്രമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ക്രമം വളരെ കാലത്തെ ആലോചനയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടും കൂടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൽ നിന്ന് ഓരോ അച്ഛനും തോന്നിയ വിധത്തിൽ ചെയ്യാനായിട്ടുള്ളതല്ല. അപ്പോൾ ഓരോ ആചാരത്തിനും അനുഷ്ഠാനത്തിനും നിശബ്ദതയ്ക്കും കുമ്പിടുന്നതിനും മുട്ടുകുത്തി നിൽക്കുന്നതിനും അൾത്താരയിലേക്ക് തിരിയുന്നതിനും ജനങ്ങളിലേക്ക് തിരിയുന്നതിനും എല്ലാം അർത്ഥമുണ്ട്. ഈ ആചാരങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെയാണ് അർത്ഥം ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു രൂപവൽക്കരണത്തിന് നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നില്ല. അത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അറിയുന്നില്ല. ഇക്കാര്യത്തിൽ ഈ ചിഹ്നങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൽ ആദ്യം ചെയ്യുന്നത് അപ്പാപ്പനും അമ്മാമ്മയും കുടുംബത്തിലുള്ളവരാണെന്നുള്ള മാർപ്പാപ്പയുടെ ഈ കാഴ്ചപ്പാട് നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. പിന്നെ മാർപ്പാപ്പ പറയാണ് മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആളുകളുടെ വിചാരം മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവാത്തത് എന്നാണ്. ദൈവത്തെക്കുറിച്ചൊന്നും മനസ്സിലാവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്? മൂടി വയ്ക്കപ്പെട്ടത് ക്രമേണ 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 വെളിപ്പെട്ട് വരുന്നത്. ഒരു നാളികേരം ആദ്യം കാണുന്ന ഒരു വിദേശിയെ സംബന്ധിച്ച് അവനത് സമ്പൂർണ്ണ മിസ്റ്ററിയാണ്. പക്ഷെ അത് കുഴിച്ചിട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇതാ മുള വരുന്നു, അതിൽ നിന്ന് ഇതാ ചെടി വരുന്നു, അതിൽ നിന്ന് ഇതാ പട്ട ഇതൊക്കെ വരുന്നു, അത് കഴിഞ്ഞ് അതേ പൂക്കല വരുന്നു, അത് കഴിഞ്ഞ് നാളികേരം വരുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കുകയും അതിലൂടെ രൂപവൽക്കരണം നമുക്ക് സംഭവിക്കുകയും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുകയും അതിലെ പ്രത്യേകതയുണ്ട്. നാം വിശ്വസിക്കുക, പ്രഘോഷിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ലെക്സ് ഒറാന്തി നമ്മുടെ പ്രാർത്ഥന, ലെക്സ് ക്രദേന്തി നമ്മളുടെ വിശ്വാസ പ്രമാണം, നിയമങ്ങൾ, ലെക്സ് വിവേന്തി നമ്മുടെ ജീവിതം. ആ ജീവിതത്തിലൂടെയാണ് ഈ മിസ്റ്ററി തുറന്ന് കിട്ടുക. അതുകൊണ്ട് ഇതാർക്കും മനസ്സിലാവാത്ത ഒരു കാര്യം എന്നർത്ഥത്തിലല്ല, വിശുദ്ധ കുർബാന എന്ന രഹസ്യത്തിലേക്ക് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ ജീവിതത്തെ പരിവർത്തിപ്പിച്ച് അതിൻ്റെ രഹസ്യാത്മകത കൂടുതൽ മനസ്സിലാക്കി വിശുദ്ധ കുർബാനയിൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിനായി ഈ ലേഖനം വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. ഇത് POCയിൽ ജേക്കബ് പ്രസാദ് എന്ന് പറയുന്ന ഒരു അച്ഛൻ ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വളരെ വില കുറവിന് നിങ്ങൾക്കത് കിട്ടും. നിങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തി ഈ നോമ്പ് കാലത്ത് തന്നെ അത് പല ആവർത്തി വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം നിർബന്ധിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ എന്തെല്ലാം വ്യതിചലനങ്ങളാണ് ഇതിൽ നിന്ന് വരിക എന്ന് കൂടി നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള പഠനം നമുക്ക് പൂർണ്ണമാക്കാം.